സഭകളോടുള്ള ദൂത് എന്ന ആത്മീക പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഈ ഇടയായിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് കാണുവാനിടയായി. അതിപ്രകാരമായിരുന്നു ഒരു വലിയ വെള്ളച്ചാട്ടത്തിൽ നിന്നും, ഒരു വലിയ ഒഴുക്കിൽ നിന്നും തൻ്റെ 2 മക്കളെ വളരെ ധൈര്യത്തോടെ സാഹസപൂർവ്വം രക്ഷിക്കുന്ന ഒരു പിതാവിനെയാണ്. അദ്ദേഹം അപകടത്തിനകത്താണെങ്കിൽ പോലും ആ മക്കളെ രക്ഷിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടുകൂടെ തൻ്റെ 2 മക്കളെ അദ്ദേഹം രക്ഷിച്ച് ആ ഒഴുക്കിൽ നിന്നും കരയിലേക്ക് കൊണ്ടുവരികയാണ്. പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനമായ ദൈവവചനത്തിൽ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. ജഡത്തിൽ കഷ്ടമനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ട് ഒഴിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുന്നു, നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. ഏതാണ് ആ ഭാവം? യേശു ക്രിസ്തു ക്രൂശിൽ വെച്ച് കഷ്ടം അനുഭവിച്ച ആ ഭാവം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ പാപം ചെയ്യേണ്ടതിനുള്ള പ്രലോഭനങ്ങൾ സാത്താൻ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു ഭാവമാണ് അതിനെതിരായിട്ട് കഷ്ടം സഹിച്ച് അതിനെ ജയിക്കുക. അതൊരു ആയുധമാണ് പ്രിയപ്പെട്ടവരെ. കാരണം ആ സമയം നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്: യേശു കർത്താവ് കാൽവരി ക്രൂശിൽ രക്തം ധാരധാരയായി ഒഴുകിയത്, ആ വേദന യേശു അനുഭവിച്ചത് അക്ഷരാർത്ഥത്തിൽ മനസ്സിൽ അറിയുവാൻ സാധിച്ചാൽ, അനുഭവിക്കുവാൻ സാധിച്ചാൽ അതൊരു ആയുധമാണ്. ആ ആയുധത്തെ ഈ ദിവസങ്ങളിൽ ഉപയോഗിച്ചാട്ടെ. ഓരോ പാപത്തിനുള്ള അവസരങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ വരുമ്പോൾ യേശു അനുഭവിച്ച ആ വേദന ഓർക്കുക. അതിനെ നിങ്ങളുടെ ശരീരത്തിൽ ആ വേദന വന്നാൽ എപ്രകാരമായിരിക്കുമെന്ന് കരുതുക, ചിന്തിക്കുക, കർത്താവിന് നന്ദി പറയുക. കഷ്ടം അനുഭവിച്ചിട്ടാണെങ്കിലും ആ പ്രശ്നത്തിൽ അല്ലെങ്കിൽ ആ പാപത്തെ ജയിക്കുക. പ്രിയപ്പെട്ടവരെ, യോസേഫ് തൻ്റെ ജീവിതത്തിൽ വരാമായിരുന്ന വലിയ പ്രതിസന്ധിയെയും കഷ്ടത അനുഭവിക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നെ ആ പാപത്തെ ജയിച്ചു. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ കഷ്ടത അനുഭവിക്കുക എന്നുള്ള ആയുധമായി ധരിക്കുവാൻ, ആ ഒരു ഭാവം ധരിക്കുവാൻ, യേശു അനുഭവിച്ച വേദന എന്ന ഭാവത്തെ ഏറ്റെടുക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവസഭകളെ ദിവസങ്ങൾ വിശുദ്ധിയോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പരിപാലിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.